ഞാൻ എന്തായാലും ഇനി കാശ് കൊടുത്ത് ഫ്ലവേഴ്സ് വാങ്ങുന്ന പ്രശ്നേ ഇല്ല. എന്ത് ഭംഗിയാണ് ഈ ഡാൻസിങ് ഫ്ലവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട്. ദേ ഈ പൈപ്പ് ലൈനർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതായിട്ട് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. കാരണം ഞാൻ ഇത്ര ഭംഗിയുള്ള പൂക്കൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഞാൻ അതിൽ നിന്നൊരു റെഡ് പൈപ്പ് ലൈനർ എടുത്തിട്ടുണ്ട്. പണ്ടത്തെ എൻ്റെ ഒരു മസ്കാരയുടെ ബോട്ടിലും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെൻസിലോ പേനയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അതെടുത്തിട്ട് ചുറ്റി കൊടുക്കുക. ഞാൻ പിന്നെ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ കാര്യം കോംപ്ലിക്കേറ്റഡ് ആകും. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതുമല്ല, ഇതിപ്പോൾ കോമൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളിതിന് മുന്നേ ഇത് കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനായിരിക്കും മിക്കവാറും ഈ ഫ്ലവറിൻ്റെ ലാസ്റ്റ് വീഡിയോ ചെയ്യുന്ന ആൾ. ഇത് ഈ കാര്യം പറഞ്ഞിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ ഇത് ഓൾമോസ്റ്റ് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു കമ്പിൻ്റെ അങ്ങോട്ട് നീളം പോരാ. ഞാൻ എന്തായാലും ഒരെണ്ണം വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ഗ്രീൻ ടേപ്പ് അതിൻ്റെ പുറത്തുകൂടെ ചുറ്റുന്ന കൊണ്ട് തന്നെ അതിപ്പോൾ ഏത് കളറിലുള്ള ഒരു പൈപ്പ് ലൈനർ അറ്റാച്ച് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. അതിൻ്റെ ചുറ്റും നന്നായിട്ട് ആ പൈപ്പ് ലൈനറൊക്കെ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് ആട്ടി നോക്കുക. എന്താ സാറ്റിസ്ഫാക്ഷൻ. നന്നായിട്ട് ആടും കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ നടുക്ക് എന്തെങ്കിലും ഒരു മുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു കുഞ്ഞു പൈപ്പ് ലൈനറിനെ ആ സംഭവത്തിനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നടുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാൻ നല്ല ഭംഗിയുണ്ടാവുമേ. ഒന്നിച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയ ഒരു പോട്ടിൽ ഇതിനെ കൂടെ അങ്ങോട്ട് വച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ സിമ്പിളല്ലേ. പിന്നെ ലീഫൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പൈപ്പ് ലൈനർ തീർന്നു പോയ കൊണ്ട് തന്നെ ഞാൻ അതും കാണിക്കില്ല. അതും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നാലും എൻ്റെ ഒരു സന്തോഷം. ഇത്രയേ ഉള്ളൂടാ, സിമ്പിളല്ലേ. ഇതേ ഞാൻ മുട്ടത്തെ ആളിനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നടുക്ക് ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ, എന്താ ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാടേ. എനിക്കും ഒരു ലൈക്കൊക്കെ തരൂ. പിന്നെ കമൻറ്റൊക്കെ ഇട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ.